ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ വന്നേക്കുന്നത്. എന്ത് സംഭവമാണല്ലേ, നമ്മുടെയൊക്കെ വീട്ടിൽ ഏറ്റവും പിള്ളേരുള്ള വീട്ടിൽ കേട്ടോ, നമ്മുടെയുള്ള വീട്ടിൽ എന്ന് പറയാൻ പറ്റില്ല, പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ നമുക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന ഇതാണ് സംഭവം. ഇതെന്താ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമായിരിക്കും, അമൃതം പൊടി കേട്ടോ. ഈ അമൃതം പൊടി വെച്ച് നമുക്കൊരു സൂപ്പറായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാം. എന്തായിട്ടും നല്ല നമുക്ക് പൂച്ച പുഴുങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ സ്വന്തം അമൃതം പൊടി, പോഷക സമൃദ്ധമായ അമൃതം പൊടി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് പൊട്ടിച്ചിടാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. ഇതതിൻ്റെ കൂടാണ് പൊട്ടിച്ചത്. അപ്പോൾ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് നമുക്ക് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. റവ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു തരിതരിപ്പൊക്കെ, എന്താ തരിതരിപ്പല്ലല്ലോ, എന്താ പറയുക, ഇച്ചിരി ഒരു എന്താ പറയുക, എന്തോ ഒരു സംഭവം ഉണ്ടാകാൻ വേണ്ടി നമുക്കൊരു തുള്ളി റവ ഇട്ട് കൊടുക്കാം. ഈ ഗോതമ്പ് പൊടിയല്ലേ നമ്മുടെ ഈ അമൃതം പൊടി, അപ്പോൾ അത് എന്താ പറയുക, നൈസ് പൊടിയല്ലേ, അപ്പോൾ ഒരു ഇച്ചിരി നൈസ് അല്ലാതിരിക്കാൻ വേണ്ടി ഒരു ഇച്ചിരി റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ചൊരു അരിപ്പൊടിയുടെ 1-2 സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് അരിപ്പൊടി നമുക്കിട്ട് കൊടുക്കാം. 2 സ്പൂൺ അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ചുമ്മാ ചിരണ്ടിയാൽ മതി കേട്ടോ. തേങ്ങ നമ്മളിട്ട് കൊടുക്കാം അതിനകത്തേക്ക്. പിന്നെ ഞാനിവിടെ ഏലക്കായും ജീരകവും പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് പഞ്ചസാര ഇട്ട് ഞാൻ മിക്സിക്കകത്ത് പൊടിച്ചാട്ടോ, നൈസായിട്ട് പൊടിയാൻ വേണ്ടിയേ. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഏറെ ഇട്ടാലാട്ടോ മിക്സിക്കകത്ത് പൊടിയുള്ളൂ, അല്ലെങ്കിൽ അത്രയും സാധനം ഇല്ലല്ലോ, അതുകൊണ്ട് പൊടിയേല. ഇതിപ്പോൾ നല്ല സൂപ്പറായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഏലക്കായും ജീരകവും പറയുന്നത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ ചക്കപ്പഴം മിക്സിക്കകത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കൂടെ ചക്കപ്പഴമാണ് ഇത്. ഇത് നമുക്കിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ കൂടെ ചക്കപ്പഴം ഇട്ട് കൊടുത്തു. ഇനി അടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ശർക്കരയുടെ പാനിയാണ് കേട്ടോ. നമ്മൾ പാനിയാക്കിയാട്ടോ എടുത്തേക്കുന്നത്. കാര്യം പറഞ്ഞാൽ പാനി അതിനകത്ത് ശർക്കരയ്ക്കകത്ത് മുഴുവൻ കല്ലും മണ്ണൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ശർക്കര പാനി, ഇതാണ് ശർക്കര പാനി. ഞാൻ ഉരുക്കി വെച്ചിരിക്കുന്നതായിരുന്നു. ശർക്കര പാനി എന്ന് പറയാൻ പറ്റില്ല, ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമുക്ക് അരിച്ചതിനകത്തേക്ക് ഒഴിക്കാം. ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് കുഴച്ച് മിക്സ് ആക്കാം. നമുക്കത് കുറച്ച് റവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഇളക്കാം. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടോ, ഈ ഒരു സെറ്റപ്പ് ആട്ടോ ആയേക്കുന്നത്. ഇനി നമുക്ക് ഇതുണ്ടാക്കാനുള്ള നമുക്ക് ഇല എടുക്കാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്നത് എന്താ പറയുക, ഇടനേലക്കകത്തേക്ക് ആട്ടോ ഉണ്ടാക്കുന്നത്. ഇനി വന്നടാ ഇടനേല. ഇതാണ് നമ്മുടെ ഇടനേല. ഇത് വയനേല, ഇടനേല എന്നൊക്കെ പറയും കേട്ടോ. ഞാൻ വേറൊരു വീഡിയോക്കകത്ത് പറിക്കാൻ പോകുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് വെച്ച് കുമ്പിളൊക്കെ കുത്തി സംഭവമൊക്കെ നിറച്ച് ഫില്ലാക്കി വെച്ച് നമുക്ക് അടപ്പത്ത് കൊണ്ട് വെക്കാം കേട്ടോ.
നമുക്കത് ഇല കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഇലക്കകത്ത് സംഭവം എല്ലാം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഫില്ല് ചെയ്യണം. അതിൻ്റെ അറ്റം വരെ കിട്ടണം ഫില്ല് ചെയ്യാൻ. ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ എന്താ പറയുക കുമ്പിളപ്പം, ചക്കയുടെ ആ കുമ്പിളപ്പം എന്നൊക്കെ പറയുന്ന സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ ഇവിടെ പറയുന്നത് പൂച്ച പുഴുങ്ങിയതെന്ന് പറയും കേട്ടോ ഇതിന്. അപ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല മണമുണ്ട് കേട്ടോ. ഞാനെല്ലാം മണത്തിട്ടാണ് കഴിക്കുള്ളൂ. നല്ല അടിപൊളി മണമാണ്, നല്ല ചൂടും ഉണ്ട് കേട്ടോ. നമുക്കൊരു കുഞ്ഞത് കഴിച്ച് നോക്കാം കേട്ടോ. ചൂടുണ്ട്, അടിപൊളിയാണ്. നല്ല ചൂടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.